മുന്നറിയിപ്പില്ലാതെ ബണ്ട് പൊട്ടിച്ചതിനെ തുടർന്ന് മലിനജലം കലർന്ന് തൃശൂർ മതിലകത്ത് വളർത്തു മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കനോലി കനാലിൽ മത്സ്യകൃഷി നടത്തുന്ന കർഷകരുടെ ആയിരക്കണക്കിന് മീനുകളാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടെ ചത്തത്. ഇതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായെന്നും നഷ്ടം പരിഹരിക്കാൻ നടപടികൾ വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കനോലി കനാലിൽ കൂടുകൾ ഉപയോഗിച്ച് കൃഷി നടത്തിയ മത്സ്യകർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ മതിലകം, പടിയൂർ, ശ്രീനാരായണപുരം, വെള്ളാങ്ങല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെയാണ് കനാൽ കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തതിന് പിന്നാലെ പടിയൂർ പഞ്ചായത്തിലെ ബണ്ടുകൾ തുറന്നു. ഇതേ തുടർന്ന് ഷൺമുഖം കനാലിലൂടെ ഒഴുകിയെത്തിയ മലിനജലം കനാലിൽ കലർന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണം. നമ്മൾ വെള്ളം നിരീക്ഷിച്ചു. പ്രാഥമികമായിട്ടും വെള്ളം നിരീക്ഷിച്ചതിൽ നിന്ന് നല്ല കറുത്ത നിറമാണുള്ളത്. മാത്രമല്ല, ഇവിടെ അടിയൊഴുക്കും അല്ലെങ്കിൽ ഒഴുക്കുമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. മണ്ണും എക്കലും അടിഞ്ഞുകൂടി ഇതിൻ്റെ ആഴത്തിന് വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രത്തിൽ നിന്ന് വേലിയേറ്റം വഴി കയറി വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഒഴുക്കും കുറയുന്നു. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ദോഷം സംഭവിക്കുന്നുണ്ട്. 14 കൂടുകളിലായി വളർത്തിയിരുന്ന കരിമീൻ, കാളാഞ്ചി തുടങ്ങിയ ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. പെരുന്നാളിനോടനുബന്ധിച്ച് വിളവെടുക്കാനിരുന്ന 150 ഗ്രാം മുതൽ 1 കിലോയോളം വരെ തൂക്കമുള്ള മീനുകൾ നഷ്ടമായതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം നേരിട്ടതായും കർഷകർ പറയുന്നു. എന്താണെന്ന് അറിയില്ല, വിഷവെള്ളം വന്ന് മീനിനെ നശിച്ചുപോയി. ഞങ്ങൾക്ക് നല്ലൊരു പൈസ നഷ്ടമുണ്ട്. അത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് തുക പറയാൻ പറ്റൂല. അതിന് മാത്രം നഷ്ടങ്ങളുണ്ട്. കഴിഞ്ഞ 19 കൊല്ലം തല തുറന്നിട്ടിട്ട് 35-40 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമുണ്ടായിരുന്നു. മലിനജലം കലർന്ന പുഴയിലെ വെള്ളം നിലവിൽ ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ്. ഇതേ തുടർന്ന് കേര കർഷകർക്കും നാശമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയതറിഞ്ഞ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുഴയിൽ നിന്നുള്ള ജലം ശേഖരിച്ച് പരിശോധിക്കുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.